ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ്. നല്ല കല്യാണത്തിനൊക്കെ വിളമ്പുന്ന പോലത്തെ നല്ല കറുത്ത ബീഫ് ഫ്രൈ ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു 1/2 കിലോ അല്ലെങ്കിൽ ഒരു 500-600 ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ 1-2 പീസ് നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, അതുപോലെ കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉടഞ്ഞ് വേവിക്കേണ്ട ആവശ്യമില്ല ഇതിന്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഇച്ചിരി മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ, തണുപ്പൊക്കെ ഉള്ള സമയത്ത്. അതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ വരിയിരിക്കുന്നത്, ഇടാൻ വൈകിയെന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു വിസിൽ 2 വിസിലൊക്കെ വേവിച്ചാൽ മതിയാവും. പിന്നീട് നമ്മൾ ഒരുപാട് ഇങ്ങനെ വെന്തലിഞ്ഞ് പോകുന്ന തരത്തിലാക്കണ്ട. അപ്പോൾ ഇങ്ങനെ വിട്ട് കിടക്കും. ഫ്രൈ ആക്കി കഴിയുമ്പോൾ ആ ഒരു പീസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കർ അടച്ച് ബീഫ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വെന്ത് കിട്ടിയാൽ മതി. ഒരല്പം വെള്ളം അതിനകത്ത് വരും കേട്ടോ. നമ്മൾ എത്ര കഴുകി ഊറ്റിയാലും ബീഫ് വെന്ത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി വെള്ളം വരുമല്ലോ. അപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കളയുന്നെങ്കിൽ കളയാം കേട്ടോ. അപ്പോൾ വറ്റിച്ചെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി അതിനൊന്ന് വറ്റിച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു പ്രത്യേകതയായിട്ട് നമ്മൾ ചെയ്യുന്നത് തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ടീസ്പൂൺ പെരുംജീരകം ചേർക്കുന്നുണ്ട് ഈ തേങ്ങ വറുക്കുന്നതിലേക്ക്. വേറെ മസാലകളൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ തേങ്ങ വറുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പെരുംജീരകവും തേങ്ങയും മാത്രമേ ഉള്ളൂ. ഇനി അതിനകത്ത് വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ആ തേങ്ങയിൽ ആ വെള്ളമയം പോയി കഴിയുമ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായി നല്ല ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാൻ. തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സവാള, കുറച്ച് ചെറിയ ഉള്ളി, നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി അധികം ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി മാത്രം ചേർത്താലും മതി. ഇനി ഒരു 7-8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, അതുപോലെ ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം ആ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില കഴുകി മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്. അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് ഒരുപാട് ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ബീഫ് ചേർത്തിട്ട് അതിനെ നല്ല കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ ബ്രൗൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും നമ്മുടെ ആ സവാളയിലേക്ക്. അപ്പോൾ ഒരു ചെറുതായി ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ പച്ചമണമൊക്കെ മാറി ഒന്ന് ശരിയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബീഫ് ചേർക്കാം കേട്ടോ, പൊടികൾ ചേർക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്നൊന്ന് മുരിയാൻ വേണ്ടി. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ, വളരെ കുറവ് ചേർത്താൽ മതി കേട്ടോ. ഇനി ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഗരം മസാല പൊടിയും കൂടെ 1 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ചേർത്ത ഗരം മസാലയാണ് കേട്ടോ, രണ്ടാമതാണ് കുരുമുളക് മിക്സ് ചെയ്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. പക്ഷേ ഉള്ളിയുടെ പരുവം കണ്ടില്ല, അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടും ബ്രൗൺ ആയിട്ടൊന്നുമില്ല, ലൈറ്റായിട്ടൊന്ന് വാടി കിട്ടിയതാണ്. ഇനി നമ്മുടെ വെന്തിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഡയറക്റ്റ്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കുരുമുളകിൻ്റെയൊക്കെ നല്ല കളറുണ്ട്. കാരണം നമ്മൾ മുളക് പൊടി ചേർക്കാതെ വേവിച്ചിട്ട് അത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല ഏകദേശം ഒരു നല്ല കറുപ്പ് കളറുണ്ട് ഇതിനിപ്പോൾ തന്നെ ഈ ബീഫിന്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക.
എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് മൊരിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് ആ കറുപ്പ് കളർ നമ്മൾ നല്ലൊരു ടെക്സ്ചറും ഒക്കെ നമ്മുടെ ഫ്രൈക്ക് കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റോളം അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അരപ്പ് ഇങ്ങോട്ട് ചേർക്കുകയാണ്. നേരത്തെ തേങ്ങയും പെരിഞ്ചീരകവും വറുത്തരച്ചല്ലോ, അതിങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇത് ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രമേ ഉള്ളൂ ഈ അരച്ചെടുത്തത്. അതങ്ങ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നമ്മുടെ ജാറ് കണ്ടില്ലേ, ഇതുവരെ വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പോഴാണ് ഈ ഒരു നല്ല കളർ കിട്ടുക കേട്ടോ. ഇനി ആ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒത്തിരി നേരം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ കളറ് നമുക്ക് കിട്ടുക ബീഫിന്. കണ്ടില്ല, അപ്പോൾ സവാളയൊക്കെ നമ്മൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് മുരിഞ്ഞ് വരും. ഒരുപാട് ബ്രൗൺ ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു കളറിലാണ് ഇരിക്കുന്നത്. ഇനിയൊരു നമുക്കൊരു 10-15 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം കേട്ടോ. കാരണം ഇതിന് വലിയൊരു അറ്റൻഷൻ വേണ്ട. കാരണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. കണ്ടില്ലേ, ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് ഈ ഒരു പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ഒരു 5-8 മിനിറ്റ് നമുക്കൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അവസാനമായിട്ട് കുറച്ചൊരു കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ ആണല്ലോ ബീഫ് ഫ്രൈക്ക് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ നെയ്യുടെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു എണ്ണമയത്തോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ചൊരു കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്ത് ഏറ്റവും അവസാനം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതൊരു പ്രത്യേക ഫ്ലേവറായിരിക്കും നമ്മുടെ ബീഫ് ഫ്രൈക്ക് കൊടുക്കുക. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും. നമ്മളിനി ഇതെടുത്ത് വയ്ക്കുമ്പോഴാണെങ്കിലും നല്ല ചീത്തയാവാത്ത കുറച്ച് നാൾ ഒരു നല്ല ഡ്രൈ ആയിട്ടിരിക്കും ഇത് നെയ്യ് ചേർക്കുമ്പോൾ തന്നെ. അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സവാളയും ഉള്ളിയൊക്കെ നല്ല കറക്റ്റ് പരുവത്തിനാണ് മുരിഞ്ഞിരിക്കുന്നത്, കറുപ്പൊന്നും ആയി പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എൻ്റെ ചേച്ചിയാണ് വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ബീഫ് ഫ്രൈ ഉണ്ടാക്കുക. അപ്പോൾ ചേച്ചിയുടെ റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ നോർമലി ചെയ്യുന്ന ആ ബീഫ് ഫ്രൈയിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ട് ഇച്ചിരി തേങ്ങയും കൂടെ വറുത്തരച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ബീഫ് ഫ്രൈ മസാല ആണെങ്കിൽ കൂടെ തേങ്ങ വറുത്തരച്ചൊന്ന് ചെയ്ത് നോക്കട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.